കേരളത്തിൽ അതിദരിദ്രർ ഇല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണെന്നും ആർക്കൊക്കെ ദാരിദ്ര്യം പരിഹരിക്കാൻ പദ്ധതികൾ ഒരുക്കി കൊടുത്തതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. കണക്കുകളിലും ഡാറ്റകളിലും കൃത്രിമം കാണിച്ചുകൊണ്ടുള്ള PR വർക്കാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം PR സ്റ്റണ്ടാക്കി ഇതിനെ നിലനിർത്താൻ ശ്രമിച്ചാൽ കണക്കുകളും അനുഭവങ്ങളും കൊണ്ട് കേരളം മറുപടി പറയുമെന്നും അതുകൊണ്ട് കേരളത്തിന്റെ ദാരിദ്ര്യം എത്രത്തോളം ഉണ്ടെന്ന് സൂക്ഷ്മമായി പഠിച്ചു പരിഹരിക്കാൻ കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കണം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭവനരഹിതരുടെ പ്രശ്നം പരിഹരിക്കാൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വീതം നീക്കിവെച്ചുകൊണ്ട് എല്ലാവർക്കും വീട് വെക്കാനുള്ള നീക്കം നടത്തണമെന്നും എന്നിട്ട് മതി ദാരിദ്ര്യമില്ലെന്ന പ്രഖ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി 1-ാം വാർഡിൽ നിർധന കുടുംബത്തിനായി നിർമ്മിച്ച വെൽഫെയർ ഹോമിന്റെ താക്കോൽദാനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി യൂണിറ്റ് പ്രസിഡന്റ് VK ഷാഹിനക്ക് വീടിന്റെ താക്കോൽ കൈമാറി. ചടങ്ങിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന്, മണ്ഡലം പ്രസിഡന്റ് A അത്തീഖ്, വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മുച്ചിക്കൽ, റഹ്മത്ത് മൊളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KP യൂസഫ് മാസ്റ്റർ സ്വാഗതവും ME ഷുക്കൂർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞാൽ കണക്കുകളിലും ഡാറ്റകളിലും കൃത്രിമം കാണിച്ചിട്ട് ഒരു വലിയ PR വർക്ക് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, പരിഹരിച്ചു എന്ന് പെരുമണടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. കേരള ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്, ആർക്കൊക്കെയാണ് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പദ്ധതികൾ ഒരുക്കി കൊടുത്തത്, ഇത് വ്യക്തമാക്കണമെന്നാണ്. ഏതാനും മാസം മുമ്പാണ് കേരളത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി 5,11,000-ത്തിലധികം ആളുകൾ പ്രയാസമനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കണ്ണീരും വേദനയുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ മറുപടി പറഞ്ഞത്. ഇപ്പോൾ അത് ചുരുങ്ങി 6,000-ആയി അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നിടത്തേക്ക് എത്തുക നല്ല കാര്യമാണ്. യഥാർത്ഥത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ, പക്ഷേ കേവലം ഒരു PR സ്റ്റണ്ടാക്കി ഇതിനെ നിലനിർത്താൻ തീരുമാനിച്ചാൽ കണക്കുകളും അനുഭവവും കൊണ്ട് കേരളം അതിന് മറുപടി പറയും എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഭവനരഹിതരായ എത്രയെത്ര മനുഷ്യരാണുള്ളത്. വെൽഫെയർ പാർട്ടിയുടെ ജനകീയരായ മെമ്പർമാർ കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ അവര് നമ്മളോട് പറയുക, ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുടെ കഥയാണ്. 3 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ കുറെ കൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ദാരിദ്ര്യം അവസാനിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും.